കഴിഞ്ഞ ഇടതുപക്ഷ മുന്നണി സർക്കാർ ദയനീയമായി പരാജയപ്പെട്ടതും അതോടൊപ്പം തന്നെ CPM തകർച്ചയെ നേരിടുന്നതിൻ്റെയും പ്രധാന കാരണം സാധാരണ ജനങ്ങളുടെ സാമാന്യ ബുദ്ധിയെ എല്ലാ തലത്തിലും, ഭരണതലത്തിലും അതേപോലെ തന്നെ വാക്കിലും പ്രവൃത്തിയിലുമെല്ലാം കഴിഞ്ഞ ഗവൺമെൻറ്റും അതേപോലെ തന്നെ CPM നേതാക്കളും, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളും ചോദ്യം ചെയ്തു എന്നുള്ളതാണ്. അതിനെതിരെയുള്ള ഒരു വിധിയെഴുത്തും അതിനെതിരെയുള്ള ഒരു നിലപാടുമായിരുന്നു ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഫലത്തിൽ കണ്ടത്. CPM ഇപ്പോഴും അതേ പാതയിലൂടെ വാശിയോടെ പിന്തുടരുന്ന ഒരു രീതിയാണ് കാണുന്നത്. ഇപ്പോൾ കോഴിക്കോട്ടെ നിപ്പ രോഗം ഉണ്ടായ സംഭവങ്ങൾ നാം കണ്ടതാണ്. അവിടെ ഈ സന്ദർഭത്തിൽ വേണ്ടത് അവിടുത്തെ രോഗത്തിൻ്റെ ശമനം ഉണ്ടാക്കാനും അത് പടരാതിരിക്കാനും ഒക്കെ സർക്കാരിനോടൊപ്പം ചേർന്ന് നിൽക്കുക, അല്ലെങ്കിൽ അതിനാവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിലും സാമൂഹിക സന്നദ്ധ സംഘടനയാണെങ്കിലും. പക്ഷേ ഇപ്പോൾ നാം കോഴിക്കോട് കാണുന്നത് ഈ നിപ്പ രോഗ സന്ദർഭത്തെ പോലും മുൻ മന്ത്രിയും CPM നേതാവുമൊക്കെയായ മുഹമ്മദ് റിയാസ് അതിനെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഈ നിലപാട് ശരിക്കും പറഞ്ഞാൽ സാധാരണ ജനങ്ങളുടെ സാമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇവിടുത്തെ മുഖ്യ വിഷയം നിപ്പ രോഗത്തെ പരമാവധി പടരാതെ, അതുപോലെ തന്നെ രോഗം ബാധിച്ചവരെ രോഗത്തിൽ നിന്നും മുക്തമാക്കാനുള്ള ശ്രമങ്ങളാണോ വേണ്ടത്, അതോ ഒരു MLAക്ക് രോഗാവസ്ഥയിൽ കഴിയുന്നവരെ വിളിക്കുന്നതാണോ പ്രധാനം? ഇവിടെയാണ് സാമാന്യ ബുദ്ധിയുടെ പ്രസക്തിയും അതിനെ ചോദ്യം ചെയ്യുന്നവരെ ജനങ്ങൾ തിരസ്കരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഈ ഒരു നിലപാടായിരിക്കും CPM കേരളത്തിൽ തകരുന്നെങ്കിൽ അതിന് ഇനി അങ്ങോട്ട് മുഖ്യമായ കാരണമാവുക.